നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന ആരും മിത്ര ചോദ്യം ചെയ്യണോ? അല്ല മിത്ര, അവന്റെ അവസ്ഥ വളരെ മോശമാണ്, അവൻ ആകെപ്പടെ തകർന്നിരിക്കുക എന്നൊക്കെ നിനക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര ഒന്നും മിണ്ടാതൊരു നിമിഷം നിൽക്കുകയാണ്. എന്താണെങ്കിലും ആരും പറഞ്ഞു കേട്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറ, നീ അവനെ പോയി കണ്ടോന്ന് ചോദിച്ചു. മിത്ര ഒരു നിമിഷം എന്തു പറയണമെന്നറിയത്തില്ലാതെ ഒന്ന് പതറി. മറുപടി പറയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ആര്യം വീണ്ടും ചോദിച്ചു, നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. എന്താ മിത്രേ, നിനക്കെന്താ ഉത്തരവില്ലാത്തേന്ന് ചോദിച്ചു. ഒടുവില് മിത്ര പറഞ്ഞു, അതെ, ഞാൻ അവനെ കാണാൻ പോയായിരുന്നു ജയിലില്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഓഹോ, അപ്പൊ നീ അവനെ ജയിലിൽ കാണാൻ പോയല്ലേ? അതെ ആര്യ, ഒന്നുമല്ലേലും അവൻ എന്റെ സഹോദരനല്ലേ. അവൻ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോ അവൻ ആകെപ്പാടെ തകർന്ന മട്ടില്ല. അപ്പം എന്റെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ലല്ലേ. എന്റെ പെങ്ങളോട് അവൻ ചെയ്ത ക്രൂരതയ്ക്ക് എന്നിട്ട് നീ എന്താ ചെയ്തേ? ഇപ്പൊ നീ ശരിക്കും ആ കൃഷ്ണമംഗലത്തെ സ്വഭാവം കാണിക്കുമല്ലേ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം കൃഷ്ണമംഗലംകാരോടൊപ്പം നിൽക്കുമല്ലേ? ആര്യ, അങ്ങനൊന്നും പറയരുത്. കാരണം അവന് തെറ്റു പറ്റിയിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ ഇനിയും പഴിക്കരുത് ആര്യ. എനിക്ക് അവനെ കണ്ട് സഹിക്കുന്നില്ലായിരുന്നു. ഒന്നുമല്ലേലും അവൻ എന്റെ സ്വന്തം ചോരയല്ലേ. സ്വന്തം ചോര. അപ്പം അനു എന്റെ ആരാ? അവൾ എന്റെ സ്വന്തം ചോരയല്ലേ. അവളോട് ആരെങ്കിലും ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആര്യ, ഞാനൊന്നും പറയുന്നേ വേണ്ട മിത്രേ. ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കണ്ടത്. പക്ഷെ നീ എന്നോട് ഇപ്പൊ ചെയ്തോണ്ടല്ലോ, നിനക്ക് അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോടൊന്ന് ചോദിക്കാൻ വരായിരുന്നോ? അത് പിന്നെ ആര്യ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ വിടില്ല എന്ന് നിനക്കറിയാല്ലേ. അതുകൊണ്ടല്ലേ നീ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചേ. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, വിടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നീ കള്ളത്തരം കാണിച്ച് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. ഞാനിത് ഒരിക്കലും അറിയില്ലെന്ന് നീ വിചാരിച്ചോ? അങ്ങനെയൊന്നും ഇല്ല ആര്യ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഇല്ല. അപ്പോഴാ നിമിഷം എനിക്കെന്തോ അവനെ പോയി കാണണം തോന്നി. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇപ്പോഴും അവന്റെ അവസ്ഥ അതെന്റെ മനസ്സിലെ വല്ലാതെ പിടിച്ചു കുലുക്കിന്ന് പറഞ്ഞു. ഓ, അപ്പൊ അവന്റെ അവസ്ഥ അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ട്. ആര്യ, കുഞ്ഞുനാളിലെ മുതൽ ഞങ്ങൾ കളിച്ചു വളർന്നല്ലേ. എത്രയാന്ന് പറഞ്ഞാലും അവനോടുള്ള സ്നേഹം, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവനോടുള്ള സ്നേഹം എനിക്ക് ഇല്ലാതാകുമോ? സ്നേഹം അപ്പൊ നിനക്ക് എന്നോട് എന്താ ഉള്ളത്? അത് പിന്നെ അപ്പൊ ഞാൻ നിന്റെ ആരാ? ഇത്രയും കാലം നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചതിന് നീ തന്ന സമ്മാനമാണോ അത്? നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാരെയും വെറുപ്പിച്ച് നിന്നോടൊപ്പം നിൽക്കുമായിരുന്നു ഞാൻ. എന്നിട്ടോ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാറായില്ലേ? നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നിനക്ക് ചെയ്യാല്ലേ. അപ്പം നിനക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. തന്റെ ഇഷ്ടപ്രകാരം ഓരോന്നങ്ങോട്ട് ചെയ്യാം. ഇപ്പൊ നീ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഈ ആര്യന് ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റുന്ന ഒന്നല്ല. നീ എന്നോട് ഒരു വാക്ക് ചോദിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോയിരിക്കുന്നു. ആര്യ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് അതിനൊന്ന് കേൾക്ക്. ഇനി നീ കൂടുതലൊന്നും പറയണ്ട. ഇത്രയും വലിയ തീരുമാനമൊക്കെ എടുത്ത് ജയിലിൽ പോകാനൊക്കെ അറിയാവുന്ന ആളല്ലേ. ഒരു കാര്യം ചെയ്യാം, പ്രാക്ടീസും സ്വന്തമായിട്ട് അങ്ങ് നടത്തിയാൽ മതി. ഇനിയിപ്പം ഞാനില്ലാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ആര്യൻ തിരിഞ്ഞു കിടക്കുമ്പോഴത്തേനും മിത്ര പിന്നാലെ, ആര്യ അവിടെ നിൽക്കി, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആര്യൻ നിന്നില്ല. ആര്യന് അത്രയ്ക്ക് സങ്കടവും ദേഷ്യമായിരുന്നു. മിത്ര തന്നെ ചതിച്ചു എന്നൊരു ഉത്ബോധമായിരുന്നു അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ആഹാരം കഴിക്കാനായിട്ട് ബാലം വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ആനന്ദം കൂടെ വന്നിരുന്നു. ആനന്ദം പറഞ്ഞു, ആഹാ, നല്ല കറിയുടെ മണം വരുന്നുണ്ടല്ലോ. ഈ സമയം ഗോമതി അടുക്കളയിലേക്ക് കറികളൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് ശരിയാണല്ലോ. എങ്കിൽ ഇന്ന് അനുമോളായിരിക്കും അടുക്കള കയറിയിട്ടുണ്ടായിരിക്കുന്ന. ആനന്ദ് പറഞ്ഞു, അത് നിനക്ക് എങ്ങനെ അറിയാം? അല്ല, വല്ലപ്പോഴല്ലേ അനുമോള് കയറാറുള്ളൂ. അനുമോള് കയറി കഴിയുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. അനുമോള് നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ. അത് കേട്ടപ്പോ ബാലന് ഭയങ്കര സന്തോഷമായി. അവളുടെ മൂടൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ ചോറും കറികളും അങ്ങനെ ചപ്പാത്തിയും കാര്യങ്ങളും എല്ലാം കൊണ്ടേ വെക്കുവാണ്. ഈ സമയത്ത് ഗോമതി ചോദിച്ചു, അല്ല ആര്യനെ കണ്ടില്ല, അവൻ എന്തിയെ? പെട്ടെന്ന് മിത്ര പറഞ്ഞു, അത് പിന്നെ ആര്യം കിടക്കുക അപ്പച്ചി. അതെന്ത് പറ്റി അവന്? ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞു. തലവേദന നോക്കട്ടെ. അല്ല, അത് അപ്പച്ചി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ഗോമതി നേരെ ആര്യനെ കാണാൻ മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഇപ്പൊ ആര്യനെ ഇങ്ങനെ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താടാ, നിനക്കെന്താ തലവേദനയാന്ന് പറഞ്ഞല്ലോ? ആര് പറഞ്ഞു? മിത്ര പറഞ്ഞു നിനക്ക് തലവേദനയാന്ന്. എന്താടാ, നീ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? വേണ്ട അമ്മേ, എനിക്ക് വേണ്ട, അമ്മ പോയി കഴിച്ചോ. എടാ, ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാ, വന്ന് കഴിക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എടാ, തലവേദനയായിട്ട് നീ ഗുളിക വല്ലതും കഴിച്ചോ? അതെന്തേലും ബാം എന്തേലും പുരട്ടി? ഇല്ലല്ലോ. ഞാൻ എന്തേലും പുരട്ടി തരണോ? വേണ്ട, അമ്മ പോയിക്കോ. അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കണ്ട, ഇത്രയേലും കഴിക്കുക. അന്നെങ്കിൽ ഇച്ചിരി കഞ്ഞി വന്ന് കുടിക്കുക, ഞാൻ ഇച്ചിരി കഞ്ഞി എടുത്തുതരാം.
എനിക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിലേ ഒന്നും ശരിയാകത്തില്ല, വേദന കൂടത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഗോമതി എന്റെ കയ്യിലേക്ക് പിടിച്ചു വലിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആരിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ഈ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട്, എന്തായി തീരുമെന്ന് അറിയത്തില്ല. ആന്റെ മുഖമൊക്കെ ആണെങ്കിൽ വല്ലാതെയാണ് ഇരിക്കുന്നത്. ആന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, നിനക്കിത് എന്ത് പറ്റിയടാ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല അച്ഛാ. എന്താ മോളെ, എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല അങ്കളെന്ന് പറഞ്ഞു. ഒന്നുമില്ലേ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അല്ല പിന്നെ എന്ത് പറ്റി ഇവന്? അപ്പോഴേക്കും മീനാക്ഷി മിത്രയൊന്ന് നോക്കി. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ അച്ഛ ബിസിനസ് തുടങ്ങാൻ പറ്റിയില്ലോ, അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. എടാ, നിന്റെ ബിസിനസ് തുടങ്ങാനായിട്ട് നിനക്ക് എത്ര എമൗണ്ട് വേണമെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛ എന്താടാ, ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കറിയത്തില്ലേ അത് തുടങ്ങാനായിട്ട് എത്ര രൂപ വേണമെന്ന്? അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ആനിങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എടാ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇപ്പൊ ആഹാരം കഴിക്കാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, മോളെ നീ അവനെ കറി ഇങ്ങെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആരും ചപ്പാത്തി കഴിക്കാനായിട്ടാണ് ഒരുങ്ങുന്നത്. കറി എടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും മിത്ര പതുക്കെ സാമ്പാറൊക്കെ എടുത്തോണ്ട് ആരിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ സാമ്പാർ അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആരും പെട്ടെന്ന് ആ പ്ലേറ്റ് അങ്ങോട്ട് വലിച്ചു. ആ കറി മൊത്തം താഴേക്ക് പോയി. മിത്ര എടുത്ത കറി മൊത്തം താഴേക്ക് പോയി. അത് മാത്രമല്ല, കുറച്ച് ബാലന്റെ കയ്യിലേക്ക് വീണു. പെട്ടെന്ന് മിത്ര സോറി ഇട്ടോ അങ്കിളേന്ന് പറഞ്ഞു. സോറിയോ? അതിന് മോളെന്തിനാ എന്നോട് സോറി പറയണേ? അതിന് മോള് തെറ്റും ചെയ്തിട്ടില്ലോ, അവൻ പാത്രം വലിച്ചുകൊണ്ടല്ലേ. എന്താടാ ആര്യ, നിനക്കിത് എന്തു പറ്റി എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആര്യൻ ആ പ്ലേറ്റും ആഹാരോടെ വെച്ചിട്ട് കൈയും കഴി അകത്തേക്ക് കയറിപ്പോയി. ഇവരിത് എന്തു പറ്റി? എന്തേലും പ്രശ്നമുണ്ടോ മോളെ? പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അവര് തമ്മിലൊരു പ്രശ്നമില്ല അച്ഛന്ന് പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം എന്നൊരൊറ്റ ചോദ്യമായിരുന്നു ബാലൻ. അത് പിന്നെ ഉണ്ടല്ലോ, അത് അല്ല എന്താ മീനു, അത് പിന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആരിനെ കാണും. അപ്പൊ അത് കാരണമായിരിക്കും, അത് മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ആര്യം ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞു. ബാലൻ കൂടെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും മിത്ര പറഞ്ഞു, അങ്കളെ ഞാനിത് തുടച്ചു തരാന്ന് പറഞ്ഞു. പെട്ടെന്ന് ബാലന് മിത്രയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അതെ കയ്യെ വീണ കറികൾ തുടച്ച് കഴിയുമ്പോൾ പോവും, പക്ഷെ മനസ്സിലൊരു കറ വീണിട്ടുണ്ടെങ്കിൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാ എന്നൊരു ഡയലോഗ് അടിച്ചിട്ടാണ് ബാലൻ അങ്ങോട്ട് പോകുന്നത്. മിത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അത് കേട്ട് കഴിഞ്ഞപ്പോൾ. കാരണം ബാലൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. ആരിന്റെ മനസ്സിൽ ആ കറ വീണ് കഴിഞ്ഞു, അതിന് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതേ സമയത്ത് നന്ദിതയും അനന്തനും കൂടെ അച്യുതന്റെ അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നാളെ എന്താണെങ്കിലും മിത്ര ഇങ്ങോട്ടേക്ക് വിളിക്കണം. അത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, ആഹാ ഇപ്പോഴെങ്കിലും അനന്തേട്ടന് ബുദ്ധി ബോധം ഉണ്ടായല്ലോ, ഞാൻ നേരത്തെ തൊട്ട് പറയുന്ന കാര്യമല്ലേ. രാജശ്രീ പറഞ്ഞു, ഇത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിലോ, അവരുടെ മോളെ അവര് വന്ന് വിളിച്ചോണ്ട് പോയി, അപ്പൊ നമ്മുടെ മോളെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം, അതാ ചെയ്യേണ്ടത്. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ആരും മിത്ര അവിടെ അത്ര സന്തോഷത്തോടെ കഴിയണേ, അതിന്റെ ഇടയ്ക്കിലേക്ക് വീണ്ടും കയറിച്ച് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് അനന്തേട്ടാ. അവൾ അവിടെ സന്തോഷത്തോടെ കഴിയട്ടെ. എടാ നീ കൂടുതൽ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട, അവൾക്ക് അവിടെ സന്തോഷമൊന്നും ഇല്ല എന്ന് അച്യുതൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല, അവൾ അവിടെ സന്തോഷത്തിലാണ് കഴിയണമെന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അച്യുതൻ പറഞ്ഞു, നീ കൂടുതൽ ഇതിനകത്ത് കിടന്ന് ഇതാ പറയേണ്ട കാര്യമൊന്നുമില്ല, നീ അവിടെ മിണ്ടാതിരുന്നാ മതി. അനന്തേട്ടൻ ഇപ്പോഴൊന്ന് സമ്മതിച്ചേക്കുന്ന പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട്, അതിന്റെ ഇടയ്ക്കിലേക്ക് കയറി നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ധർമ്മന് ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോഴേക്കും അച്യുതൻ ഇന്ദിരാമ്മയോട് പറഞ്ഞു, അമ്മേ ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇനിയിപ്പോൾ ചെയ്യണം. ഹലോക് ജയിലിലെ എൻ്റെ മകന് അവനോട് ഈ കാണിച്ച ക്രൂരതയ്ക്ക് പകരം എന്തായാലും ചോദിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കൃഷ്ണമംഗലംകാരില്ല എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് മീനാക്ഷി ആകാശവും കൂടെ മുറിയിലായിരുന്നു. അപ്പം ആകാശം നോക്കിക്കഴിഞ്ഞപ്പോൾ മീനു കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ വന്ന് ചെയ്യാനും കുറേയൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഫയലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനു, നിന്റെ തീർന്നില്ലേന്ന് ചോദിച്ചു. തീർന്നില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, അപ്പൊ അതൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ ഉറങ്ങണമെങ്കിൽ ആകാശം ഉറങ്ങിക്കോ, എനിക്ക് കുറെ സമയം കൂടെ വേണം. ഈ ഓരോ ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഓരോ ജീവിതമാണെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു. ഓരോ ജീവിതം അതേന്നേ, നമ്മളിത് ഒപ്പിടാൻ വൈകുന്തോറും നോക്കാൻ വൈകുന്തോറും അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കണേ. അത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു, എന്നിട്ട് നിനക്കെന്താ എൻ്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാതെ, അതിലൊന്ന് സൈൻ ചെയ്യാൻ പറ്റാതെ? അതോ
അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രേഖകളൊക്കെ കൊണ്ടുപോവാ, അപ്പം ഞാൻ സൈൻ ചെയ്ത് തരും, അല്ലാതെ സൈൻ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പത്തിന് ആകാശ് ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല മീനു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ആകാശേ? അതെ, ഈ മിത്രയും ആര്യനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, അവർ തമ്മിൽ എന്തെങ്കിലും പിണക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആകാശന് അങ്ങനെ തോന്നിയോ എന്നും മീനാക്ഷി ചോദിച്ചു. എനിക്ക് അങ്ങനെ തോന്നി, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ? അവർ തമ്മിൽ ഒരു വഴക്കവും പിണക്കവും ഒന്നും ഇല്ല, ഭാര്യ ഭർത്താക്കന്മാരല്ലേ, ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ആണോ? അതെ, പക്ഷെ എനിക്കെന്തോ. അതെ ആകാശേ, ചിലപ്പോ ഞാൻ ആകാശിനോട് മോഹം പെറുപ്പിച്ച് നടക്കില്ലേ, അത് ആകാശിനോട് സ്നേഹക്കുറവുണ്ടായിട്ടാണോ? അല്ലല്ലോ. എനിക്ക് ആകാശിനോട് അങ്ങനെ പിണങ്ങിയിരിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അത് ശരിയാ. പിന്നീട് ഇങ്ങനെ ആകാശ് ഇച്ചിരി സമയം ആലോചിച്ചു. മീനുവിനെ നോക്കണം. മീനു വാ കിടക്കാന്ന് പറഞ്ഞു. അതെ, തൽക്കാലത്തേക്ക് ഇപ്പൊ എനിക്ക് കിടക്കാൻ വരാൻ പറ്റില്ല. അപ്പോഴേക്കും ആകാശ് അടുത്ത നമ്പർ ഇട്ടു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ മുറി നിറച്ചും കുട്ടികളാണെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ, ഒരു 3-4 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ. എന്താ പറഞ്ഞേ? 3-4 പിള്ളേരോ? അല്ല, 2 പേര്. 2 പിള്ളേരോ? അല്ല, ഒന്നെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മീനുവിന് ചിരി വന്നു. മീനു ചിരി അടക്കി പിടിച്ചിരിക്കണം. അപ്പോഴേക്കും ആകാശ് മീനുവിനെ തോണ്ടി. മീനു. എന്താ ആകാശേ? അതെ, ഞാൻ ആദ്യമായിട്ട് മീനുവിനെ കണ്ടപ്പോഴുണ്ടല്ലോ, എന്റെ മനസ്സിലേക്ക് ഓടുന്നൊരു കാര്യമുണ്ട്. എന്താ? ഇവൾ എന്റെ പെണ്ണാന്ന് അറിയാവോ? മീനുവിന് എന്താ തോന്നിയെന്ന് ചോദിച്ചു. മീനു പറഞ്ഞു, എന്ത് തോന്നാനായിട്ട്? ആ, ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ആകാശ് ചോദിച്ചു, അല്ല, എന്നെ മീനുവിനും കിട്ടിയില്ലായിരുന്നു, മീനു എന്ത് ചെയ്താലെന്ന് ചോദിച്ചു. അതെ, നിന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ചെക്കനെ എനിക്ക് കിട്ടി, ഞാൻ നല്ല സുഖമായിട്ട് ജീവിതം തുടങ്ങിയെന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല, എനിക്ക് ഇത്ര നല്ലൊരു പെൺകുട്ടിയെ വേറെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു, മീനുവിനെ പോലെ ഉള്ളത്. അത് കേട്ടപ്പോ മീനു പെട്ടെന്ന് ഫയലൊക്കെ അങ്ങോട്ട് അടച്ചു വെച്ചു. ആണോ? സത്യമാണോ പറഞ്ഞേ? അതെ. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകാശിന്റെ സൈക്കോളജിക്കൽ മൂവ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതെ, പൊന്നു മോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ ഈ ഫയലും കൂടെ ബാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു. മീനു, എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, അതെ, ഇനി ഒന്നും കൂടുതൽ കിടന്ന് ചിണുങ്ങണ്ട, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോളാൻ പറഞ്ഞു. എന്റെ ചക്കര അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് കവിളത്ത് പിടിക്കുകയാണ് ആകാശിന്റെ. മീനു, എന്താ? ഒന്നുകൂടെ അങ്ങോട്ട് പിടിക്കാവെന്ന് ചോദിച്ചു. അയ്യടാ, ഒരു കുഞ്ഞു വെച്ചു വന്നിരിക്കുന്നു, കയറി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. വീണ്ടും മീനാക്ഷിയുടെ ചെറിയോടുകൂടി ഫയൽ നോക്കാൻ തുടങ്ങി. ഈ സമയത്ത് ആരിനും ഇത്ര ആകപ്പാടെ ഭ്രാന്തി പിടിച്ച പോലെ 2 പേരും 2 ദിക്കിലായിരിക്കണേ. മിത്ര കട്ടിലെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുമ്പോഴത്തേരും ആര്യം ദേഷ്യപ്പെട്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് വലിച്ചെടുത്ത് ഒരു പായ എടുത്ത് നിലത്തേക്ക് ഇട്ടു. മിത്ര പറഞ്ഞു, എന്താ ആര്യ, എന്തൊക്കെയാ കാണിക്കണമെന്ന് ചോദിച്ചു. കൂടുതൽ എന്റെ കാര്യത്തിൽ നീ അന്വേഷിക്കാൻ പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ, നിനക്ക് തോന്നിയാസമല്ലേ, നീ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആര്യ, ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്തേ, എന്റെ സഹോദരനല്ലേ അവന്, അപ്പൊ എനിക്ക് അവനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ, അപ്പൊ ഞാൻ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. നിന്റെ കമ്മിറ്റ്മെന്റ്, അത് ഇപ്പൊ നീ ശരിക്കും കൃഷ്ണമംഗലത്തെ സ്വഭാവം എടുത്തോണ്ടിരിക്കണേ. എന്താ ആര്യ പറഞ്ഞേ? അല്ലെങ്കിൽ പിന്നെ നീ അങ്ങനെയൊക്കെ ചെയ്യുവോ, ഒരു വാക്ക് പോലും പറയാതെ? നീ ഇവിടുന്ന് പോവോ അങ്ങോട്ട് അവനെ കാണാനായിട്ട്? ആര്യ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു, ആരിനോട് എനിക്ക് ചോദിക്കാൻ പോലും തോന്നിയില്ല. അപ്പൊ എനിക്ക് പോണം തോന്നി, ഞാൻ പോയി. പക്ഷെ അതവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വാസമൊന്നും ഉള്ളതുകൊണ്ടല്ല, അവൻ തെറ്റ് ചെയ്തെന്ന് എനിക്കറിയാം, അവൻ ചെയ്ത് ശരിയല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഒന്നുമില്ലല്ലോ, അവനൊരു സഹോദരനായി പോയില്ലേ, എന്റെ ചോരയായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ നിന്റെ ചോര രാവിലെ തൊട്ട് ഞാനിത് കേൾക്കണതാ, എല്ലാത്തിൻ്റെ ഒരു പരിധിയുണ്ട്. എടി, നീ കൃഷ്ണമംഗലംകാരുടെ സ്വഭാവം ഇപ്പൊ എടുത്തിരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിന്നെ പോലെ ഒരുത്തി ഇവിടെ വന്നു പെട്ടല്ലോ, ദേവമംഗലത്തിന്റെ ശത്രുവായിട്ടോ ഇപ്പൊ നീ പെരുമാറിക്കൊണ്ടിരിക്കണേ. എന്താ ആര്യ പറഞ്ഞേ? ദേവമംഗലത്തിന്റെ ശത്രുവോ? അതെ, നീ ദേവമംഗലത്തിന്റെ ശത്രുവാ. ദേവമംഗലത്ത് ഇങ്ങനെയുള്ള ശത്രുവിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ആവശ്യമില്ലെന്നാണോ ആര്യം പറയണെന്ന് ചോദിച്ചു. ആര്യം പെട്ടെന്ന് ആ നിലത്തേക്ക് അങ്ങോട്ട് ഇരുന്നു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതെ, അത് തന്നെയാ പറഞ്ഞേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ഇതേ ആര്യ, വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു, ആരിന് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു. എടി, നിന്നെ നിന്റെ വീട്ടുകാർക്ക് പോലും വേണ്ട, നിനക്കറിയാലോ. എന്താ ആര്യ പറഞ്ഞേ? വീട്ടുകാർക്ക് പോലും വേണ്ടെന്ന്. ആര്യ, അതൊക്കെ ആന്റെ വെറും തോന്നല. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഇവിടെ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരും കൂടെ പാഞ്ഞു വരും, എന്നെ വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. പിന്നെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ നിന്നെ അങ്ങോട്ട് റാണിയായിട്ട് വാഴിക്കുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. റാണിയായിട്ടല്ല, രാജ്ഞിയായിട്ട് തന്നെ എന്നെ വാഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ സ്വപ്നങ്ങളൊക്കെ കൊള്ളാം, അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, അതൊക്കെ നടക്കാത്ത കാര്യങ്ങളാന്ന് പറഞ്ഞു. നിന്നെ അവർക്ക് വേണ്ട, അവര് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ, നിന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത അതുകൊണ്ടാന്ന് പറഞ്ഞു.
മിത്രയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടവും ദേഷ്യമായി. ആര്യ സൂക്ഷിച്ച് വാക്കുകളൊക്കെ പ്രയോഗിക്കണം, പിന്നെ അത് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു. ആര്യ, ഞാനിവിടെ വിഷമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പോയിക്കോ, അതിന് നിന്നോട് പോവലെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ. എന്തായാലും പറഞ്ഞ് പോയിക്കോളാനോ? അപ്പൊ ആരും എന്നെ ആവശ്യമില്ലേ? എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, നിനക്ക് പോണേ പോ, ഞാൻ ആരും ഇവിടെ നിന്നെ തടഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? എന്നാ ആര് കരുതിക്കോ, നാളെ അവരെന്നെ വിളിക്കാൻ വരും, ഞാൻ അവരോടൊപ്പം പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആരിനത് മൈൻഡ് ചെയ്യാതിരുന്നു. ആരിന് അങ്ങനെ തോന്നിയത് പോലും ഇല്ല മിത്ര വന്ന് വിളിക്കൊന്നും കൊണ്ടുപോകുന്നൊക്കെ. പക്ഷെ മിത്ര ചില തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.